ചത്ത പച്ച നല്ല കിഡിലൻ അടിപൊളി എനർജറ്റിക് ക്രേസി വൈബ് പടം. അതാണ് ഈ പടത്തിനെ പറ്റി എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുക. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ ടീസറും ട്രെയിലറും കണ്ട് എന്താണോ പ്രതീക്ഷ അത് തന്നെയാണ്. കുറച്ച് പിള്ളേർ സെറ്റൊക്കെ കൂടിച്ചേർന്ന് അവരുടെ ലോക്കൽ ടൗണിൽ ഒരു WWE റെസ്ലിംഗ് ഗ്രൗണ്ട് തുടങ്ങുന്നു. അതിൻ്റെ തുടക്കത്തിലുള്ള കലാപരിപാടികളാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. അത് നല്ല രസകരമായിട്ടുള്ള രീതി തന്നെ, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് കുറേ അധികം ഹൈ മൂമെൻറ്റ്സ് നിറച്ച് അവർ ആ ഫസ്റ്റ് ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ നമുക്ക് ആ ഒരു എനർജി കിട്ടി ഒരു മരവിപ്പ് ഫീൽ ചെയ്യില്ല. ആ ഒരു മരവിപ്പ് എനിക്ക് ഫീൽ ചെയ്തു ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ഞാൻ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്കൊക്കെ ആക്ച്വലി എത്തിപ്പെട്ടു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പടം സെക്കൻഡ് ഹാഫിൽ ഇമോഷണലി എനിക്ക് നന്നായി വർക്കായി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബട്ട് ഇമോഷണലി പടം സെക്കൻഡ് ഹാഫിൽ നല്ല പവർഫുള്ളായിരുന്നു. അതിന് മെയിൻ കാരണം ക്യാരക്ടേഴ്സ് വർക്കായി. ക്യാരക്ടേഴ്സിനോട് നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ കുറേ ഇൻറ്റൻസ് സീൻസ് ഉണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിൻ്റെ തുടക്കത്തിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ഞാൻ പറയാലോ, മാർക്കോയിലെ സ്റ്റെയർ കേസ് ഫൈറ്റ് സീന് ശേഷം ദി ബെസ്റ്റ് ഫൈറ്റ് സീൻ അത് ഈ സിനിമത്തെ ആ ഒരു ക്ലൈമാക്സത്തെ തുടക്കത്തെ ഫൈറ്റ് സീനായിരുന്നു. ഒരു കൊറിയോഗ്രാഫി എന്നുള്ള ലെവലിലാണെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണെങ്കിലും അതിൽ അഭിനയിച്ച പെർഫോമേഴ്സിൻ്റെ ആ ഒരു കഠിനാധ്വാനമാണെങ്കിലും സ്റ്റണ്ട് ആർട്ടിസ്റ്റിൻ്റെ കഠിനാധ്വാനമാണെങ്കിലും എല്ലാ ലെവലിലും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഫൈറ്റ് സീനായിരുന്നു അത് മാത്രമല്ല, ഇതിൽ കുറേ കിഡിലൻ ഫൈറ്റ് സീൻ ഉണ്ട്. ബട്ട് അതായിരുന്നു എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫൈറ്റ് സീൻ. ബിക്കോസ് അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. അത്രയ്ക്കും ടെക്നിക്കലി മികച്ച് നിൽക്കുന്ന ഒരു ഫൈറ്റ് സീനായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് ഒരു പക്ക ഇമോഷണലി പവർഫുൾ ആയിട്ടുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പരിപാടി. അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ എൻ്റർടൈൻഡ് ആയിട്ട് പിടിച്ചിരുത്തിയ ഒരു 2.25 മണിക്കൂർ പടമായിരുന്നു ചത്ത പച്ച. അതിൽ വേറെ കുറേ ഫാക്ടേഴ്സും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി പെർഫോമേഴ്സ്, അതിപ്പോൾ ചൈൽഡ് ആക്ടേഴ്സ് മുതൽ വെറ്ററൻ ആക്ടേഴ്സ് വരെ വേറെ ലെവൽ ക്രേസി പെർഫോമൻസസ് ആണ്. അതിപ്പോൾ അർജുൻ അശോകൻ, വിശാഖ് നായർ, നമ്മുടെ റോഷൻ മാത്യൂസ്, അതുപോലെ ഇഷാൻ ഷൗക്കത്ത്, സായ് കുമാർ, സിദ്ദിഖ്, പിന്നെ വേറെ കുറച്ച് പിള്ളേർ ഉണ്ട്. എൻ്റെ മോനെ പിള്ളേർ പടം തൂക്കി തുടക്കത്തിൽ തന്നെ. അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അവരുടെ പേര് എനിക്കറിയില്ല, ബട്ട് അവരുടെ ക്യാരക്ടർ നെയിംസ് ഞാൻ പറയാം. ഇപ്പം നൈട്രോ കിളി, അതുപോലെ നമ്മുടെ മറ്റേ ഭസ്മാസുരൻ, അതുപോലെ തന്നെ ജാങ്കോ സുൽത്താൻ, സുപ്ര, എൻ്റെ മോനെ ഇവരൊക്കെ എജാതി ക്യാരക്ടേഴ്സ് ആണ്. അവരുടെയൊക്കെ പെർഫോമൻസസ് അടിപൊളി പെർഫോമൻസസ് ഫ്രം എവ്രി സിംഗിൾ പേഴ്സൺ. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ടെക്നിക്കൽ ആസ്പെക്ട്സ്, ടെക്നിക്കലി ഈ പടം അതിഗംഭീരമാണ്. അഥവാ ലൈറ്റിംഗ് വർക്കാണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും കളർ ഗ്രേഡിങ് വർക്കാണെങ്കിലും അന്യായം. ചില ഷോട്ടൊക്കെ കണ്ട് ഞാൻ വായ പൊളിച്ചിങ്ങനെ ഇരുന്നു. അമ്മാതിരി ലെവൽ ടെക്നിക്കൽ വർക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഒരു ക്രേസ് എലമെൻ്റ് ഉണ്ടല്ലോ, ആ ക്രേസ് എലമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന അടിപൊളി എനർജറ്റിക് ക്രേസി എഡിറ്റിംഗ് വർക്ക്. അത്ര എനിക്ക് പറയാം, ചട്ടപ്പട്ട എഡിറ്റിംഗ് വർക്ക്, അത്ര എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ പൊന്നോ, ഞാൻ ഈ പടം എൻ്റെ അടുത്തുള്ള ഏതോ ഒരു തുക്കടാച്ചി തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. ആ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് വരെ ഈ പടത്തിൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മികവ് എനിക്ക് മനസ്സിലായി. അന്യായ ലെവൽ ഓഡിയോ ഡിസൈനിങ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓഡിയോ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് മുജീബ് മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ശങ്കർ എഹ്സാൻ ലോയിൻ്റെ സോങ്സും ആണ്. കുറച്ചും കൂടി എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, കുറച്ചും കൂടി ഡിഫറെൻറ്റ് സൗണ്ടിങ്, കുറച്ചും കൂടി യുണീക്ക് ആയിട്ടുള്ള പരിപാടി. അത് മെജോറിറ്റി സീൻസിലും കിഡിലനായിട്ട് വർക്കായിട്ടുണ്ട്. ബട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സത്യസന്ധ പറയുന്നത് ചില സീൻസിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ പാട്ടുകളാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല, അല്ലെങ്കിൽ അഥവാ അത് മോശമാണെന്നല്ല പറഞ്ഞത്. ബട്ട് ആ ഒരു പെർട്ടിക്കുലർ സീനിൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഇമ്പാക്റ്റ് എനിക്ക് പേഴ്സണലി ഉണ്ടാക്കിയെടുത്തില്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അഗൈൻ മെജോറിറ്റി ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളൊക്കെ കിഡിലിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അഗൈൻ കുറച്ചും കൂടി എക്സ്പെരിമെൻ്റൽ വർക്കാണ്. ഓബിയസ്ലി ഏതൊരു എക്സ്പെരിമെൻറ്റ് പോലെയും ചില പാളിച്ചകൾ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വേണമെങ്കിൽ അവർക്ക് വളരെ ജെനറിക് ക്ലീഷേ സൗണ്ടിങ് BGM എടുത്ത് വെക്കായിരുന്നു, പാട്ടുകൾ എടുത്ത് വെക്കാം. ബട്ട് ദേ വെന്റ് ഫോർ എ മോർ എക്സ്പെരിമെൻ്റൽ റൗട്ട്. സോ അതിന് അവർക്കൊരു പ്രോപ്സ് കൊടുത്തേ പറ്റുള്ളൂ. അമേസിങ് ജോബ് ഗൈസ്. അതുപോലെ തന്നെ ഓബിയസ്ലി ഐ തിങ്ക് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു അൾട്രാ സെല്ലിംഗ് പോയിന്റ് ദ ക്യാമിയോ, നമ്മുടെ മെഗാസ്റ്റാർ. ഇത് വലിയൊരു സ്പോയിലറൊന്നും ആയിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ബട്ട് നമ്മുടെ മെഗാസ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ മെഗാ ആക്ടറിൻ നമ്മുടെ മമ്മൂക്കയുടെ ക്യാമിയോ ഈ പടത്തിലുണ്ട്. അതിനെപ്പറ്റി ഞാൻ എന്താ പറയുക, സത്യസന്ധമായിട്ടൊരു കാര്യം പറയാലോ, ഈ പടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ, എനിക്ക് പേഴ്സണലി ഈ പടത്തിൽ ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയത് അത് മമ്മൂക്കയുടെ ആ ക്യാമിയോ ആയിരുന്നു. അത് പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, വാൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള
ആ ക്യാരക്ടറിന് ഇവർ ഈ പടത്തിൽ കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്, അതുപോലെ ആ ഒരു പ്രസൻസ് ഉണ്ട്. അത് തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ വാൾട്ടർ എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മളിങ്ങനെ കേട്ടോണ്ടേയിരിക്കും ഡയലോഗ്സിലൂടെ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ബിൽഡപ്പ്, ഒരു പ്രസൻസ് ഉണ്ട്, അത് അപാരമായിരുന്നു, അന്യായ ലെവലായിരുന്നു. പക്ഷെ അവസാനം ആ ഒരു ക്യാരക്ടറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. മമ്മൂക്കേനെ പോലെ ഒരു നടനെ കിട്ടിയിട്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അഥവാ ഈ പടത്തിലെ കോസ്റ്റ്യൂം ഡിസൈനിങ് ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, പ്രോസ്തറ്റിക് വർക്ക് ആയിക്കോട്ടെ, എല്ലാം കിടിലൻ. പക്ഷേ ഈ പടത്തിൽ ആർഗ്യുബിളി ഏറ്റവും കൂടുതൽ ലുക്കുള്ള മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഇത്രയും താഴ്ന്ന ലെവലിലുള്ളൊരു വിഗും കോസ്റ്റ്യൂമും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. മമ്മൂക്കയുടെ ലുക്ക് ഈ പടത്തിൽ കണ്ടപ്പോൾ ഞാൻ എന്ത് പറ്റി, ഇതെന്താ സംഭവിച്ച്? അഥവാ ആ ഒരു ക്യാരക്ടർ വരണമെന്ന് കണ്ടപ്പോൾ തന്നെ തിയേറ്ററിൽ എല്ലാവരും അർമാദിച്ച് അലറി വിളിക്കലും വിസിലടിയും ക്ലാപ്പടിയും അതൊക്കെ തുടങ്ങി, ഞാനും. പക്ഷെ ആ പടത്തിൽ ആ ഒരു ക്യാരക്ടറിനെ കാണിച്ചപ്പോഴേക്കും അങ്ങോട്ട് ഇതങ്ങോട്ട് സെറ്റ് ആവണില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ ആ ക്യാരക്ടർ വായ തുറന്നു, അതോടെ എല്ലാം അങ്ങോട്ട് തീരുമാനമായി. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. സത്യസന്ധത പറയാം, ആ ഒരു ക്യാമിയോ എനിക്ക് ഒട്ടും വർക്കായില്ല. വളരെ അതൊരു ഓവർ ദ ടോപ്പ് എക്സെൻട്രിക് പരിപാടിയാണ് അവർ പിടിക്കാൻ നോക്കിയത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓവർ ദ ടോപ്പിന് ഒരു മീറ്റർ ഉണ്ട്, അത് കടന്നു പോയാൽ IA എന്നുള്ളൊരു വൈബ് കിട്ടും. ഇവിടെ എനിക്ക് IA എന്നുള്ളൊരു വൈബ് സാഡ്ലി കിട്ടി. എഗൻ ഇത് പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്, ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ പോയത് ആ ഒരു ക്യാമിയോ കാണാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അതായിരുന്നു ഈ പടത്തിലെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തൊക്കെയാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആ ഒരു ക്യാമിയോയും അതുപോലെ ആ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാട്ടുകളെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ലൈക്ക് ഇതൊരു ഹൗസ്ഫുൾ തിയേറ്ററിൽ വേറെ ലെവൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ശരി, എന്നെ ക്യാമിയോ റോൾ നിരാശപ്പെടുത്തി, നല്ല സങ്കടമുണ്ട്. അത് എനിക്ക് അതങ്ങോട്ട് പറ്റുന്നില്ല. ബട്ട് എന്നാലും പടം കിടലിനാണ്, അടിപൊളിയാണ്, എനർജിയാണ്, ചാർജ് പടം, അത്രയ്ക്ക് പറയാം, ചാർജ് പടം. ബട്ട് അതാണ് എൻ്റെ ഒപ്പീനിയൻ ഓൺ ചാത്താ ബച്ച. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. And I will see you guys in the next video. Bye bye.